ഹായ് ഓൾ, റിയൽ അനാലിസിസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ലിമിറ്റുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ചധികം കാര്യങ്ങളാണ്. കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് കൗണ്ടർ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ് 4ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിന് മുന്നേയുള്ള 3 ക്ലാസ്സുകൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ലിമിറ്റ് എന്താണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, അതുപോലെ തന്നെ സം ഓഫ് ടു ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ്, അതുപോലെ തന്നെ കോഷ്യന്റ്, അതുപോലെ തന്നെ പ്രോഡക്റ്റ്, ഇവിടെയൊക്കെ ലിമിറ്റിന്റെ കേസിലുള്ള ആൽജിബ്ര ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ബോത്ത് എക്സിസ്റ്റ് does not necessarily imply that limit x tends to a g of x into g of x exists. അതായത് നമുക്ക് ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്, നമുക്കൊരു കണ്ടീഷൻ തന്നിട്ട് വിചാരിക്കാം. ഇപ്പോൾ ഈ നെറ്റ് പോലുള്ള എക്സാമിന് അല്ലെങ്കിൽ സെറ്റ് പോലുള്ള എക്സാമിന് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേസാണ് ഇത്. ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. അതായത് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു ജി ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു സച്ച് ദാറ്റ് ആ ജി എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എ എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡൊമൈനിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, മാത്രമല്ല ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അറിയുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ അറൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഉത്തരം പറയാൻ പോകുന്നത്. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും എയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് നിർബന്ധം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ജി ഓഫ് എക്സിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ ജിക്ക് എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം നിർബന്ധം ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്ത് ചെയ്യണം, നിർബന്ധമില്ല. ഡസ് നോട്ട് നെസസറി ഇംപ്ലൈ എന്ന് വെച്ചാൽ നിർബന്ധമില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന യാതൊരു വിധ നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ പരിഗണിക്കുന്നത് എഫ് ഓഫ് എക്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, എക്സിന് തന്നെ എടുക്കുകയാണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് ബൈ എക്സ്. ഓക്കെ, ജി ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അതുപോലെ തന്നെ ജി ഓഫ് എക്സ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് മോഡ് എക്സ് ബൈ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് വരും, നമ്മുടെ എക്സ് ഇൻറ്റു മോഡ് എക്സ് ബൈ എക്സ്. സിംപ്ലി അതെന്ത് തന്നെയാണ്, മോഡ് എക്സ് ആണ് അല്ലേ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഞാൻ എടുക്കുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എടുക്കുന്നു വിചാരിക്കാം. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്താ വരിക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ്, അതും എന്ത് തന്നെയാണ്, 0 ആണ്. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഇതിൻ്റെ ആർ എച്ച് എൽ വാല്യൂ, എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ജി ഓഫ് എക്സ് അല്ലെങ്കിൽ മോഡ് എക്സ് ബൈ എക്സ്. മോഡ് എക്സ് ബൈ എക്സിൻ്റെ പ്രത്യേകത എന്താ, മോഡ് എക്സ് ബൈ എക്സ് നമ്മൾ ആ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒന്നും കൂടി ഒന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മോഡ് എക്സ് എന്ത് തന്നെയാണ്, എക്സ് ആണ്. അവിടെ എന്ത് വരും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ ഈ പറഞ്ഞ മോഡ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ എപ്പോഴും തന്നെയാണ് 1 തന്നെയാണ്. ഇനി സപ്പോസ് എക്സ് ലെസ് ദാൻ 0 ആണെന്ന് വിചാരിക്കാം. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, 1 ആണ്. ഇനി ഈക്വൽ ടു 0 ആണെങ്കിലോ, സപ്പോസ് നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, ഈ പറഞ്ഞിരിക്കുന്ന എക്സ് ഇക്വൽ 0 ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 1ഉം എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ -1ഉം കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡൊമൈനിൽ വരുന്നൊരു പോയിന്റ് ആണല്ലോ 0 എന്ന് പറയുന്നത്. അപ്പോൾ 0ൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണം നിർബന്ധമില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ലിമിറ്റ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫംഗ്ഷന്
എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് എടുക്കുന്ന സമയത്ത് പോസിറ്റീവ് സൈഡിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ 0 പ്ലസ് എന്നാണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരിക 1 ആണ്. അതുപോലെ തന്നെ LHL വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ജി ഓഫ് എക്സ്, അതിൻ്റെ വാല്യൂ എത്രയാ -1 ആണ്. അപ്പോൾ RHL LHL എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തില്ല, ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് -1 വെൻ എക്സ് ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ വരിക. അതായത് നമ്മൾ 0-ൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ പക്ഷേ ഈ 0 എന്ന് പറയുന്നത് എന്താണ്, 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ മൊത്തം ആറിലാണ് ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതിന്റെ എന്താണ്, ലിമിറ്റ് പോയിന്റ് ആണ്. ഈ ആറിലല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുക. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ, -∞ ടു 0 ദെൻ 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ -∞ ടു 0 യൂണിയൻ 0 ഓപ്പൺ 0 ടു ഇൻഫിനിറ്റി. ഇതാണ് നമ്മൾ ജി ഡിഫൈൻ ചെയ്യുന്ന പോയിന്റ്. ഇനി 0 എന്ന് പറഞ്ഞത് ജി ഡിഫൈൻ ചെയ്ത ഡൊമൈൻ്റെ ലിമിറ്റ് പോയിന്റ് ആണ്. അപ്പോൾ അവിടെ ലിമിറ്റ് പോയിന്റ് ആയ ഈ 0-ല് ജിക്ക് എന്തില്ല, ജിക്ക് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, സോറി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് എഫ് എക്സ് എയിലേക്ക് പോകുമ്പോൾ സപ്പോസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, എല്ലിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ഇറ്റ്സ് മോഡുലസ്, അതായത് മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എങ്ങോട്ടേക്കായിരിക്കും എക്സ് ഈക്വൽ ടു എന്ന് പറയുന്ന പോയിന്റിൽ ടെൻഡ് ചെയ്യുക. അത് എങ്ങോട്ടേക്കായിരിക്കും, മോഡ് എല്ലിലേക്ക് പോകും. ഓക്കെ, അത് പ്രൂഫ് എടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എല് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അബ്സലൂട്ട് കറസ്പോണ്ടിങ്ങിനും നമുക്ക് എന്തൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഇത് അബ്സലോൺ ആവുന്ന ഇതിൽ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ നമുക്ക് മോഡ് ഓഫ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി പ്രകാരം മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് മോഡ് എൽ ലെസ് ദാൻ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ, ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൂഫ് കൃത്യമായിട്ട് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. മോഡ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു മോഡ് എൽ ആയിരിക്കും. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആസ് എക്സ് ടെൻസ് ടു എ, അതിൻ്റെ മോഡുലസ് of that function also tends to modulus of that limit. Okay, അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമത്തെ റിസൾട്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എൽ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മോഡ് എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു മോഡ് എൽ. ഇനി സ്വാഭാവികമായിട്ട് തിരിച്ച് നമ്മുടെ കയ്യിലൊരു കണ്ടീഷൻ ഉണ്ട്. മോഡ് എഫ് ഓഫ് എക്സ് എങ്ങോട്ടേക്ക് പോകുന്നു, സപ്പോസ് മോഡ് എല്ലിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക, അതിൻ്റെ അബ്സലൂട്ട് വാല്യൂലേക്ക് പോകുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് അറിയുന്ന എക്സാമ്പിൾ തന്നെ നമ്മുടെ കയ്യിലുണ്ട് അല്ല. നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുത്താലുള്ള പ്രത്യേകത എന്താ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ 1 ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഞാൻ അതിനെ എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നു, അതിനെ -1 ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കേസിൽ നമ്മുടെ അബ്സലൂട്ട് വാല്യൂ ഓഫ് മോഡ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് സിംപ്ലി എന്താ വരിക, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ 1 ആണ് അല്ലെ. ഈ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഒക്കെ എവിടെ ഏത് പോയിന്റിൽ എന്ത് ചെയ്യും, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. കാരണം അതിന്റെ ഗ്രാഫ് നമ്മൾ പരിഗണിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ബ്രേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ബ്രേക്കോ ജമ്പോ ഒന്നും ഇല്ലാത്തൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ അത് ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ത്രൂ ഔട്ട് എല്ലാ പോയിന്റിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പോൾ ഈ കേസിൽ മോഡ് എഫ് ഓഫ് എക്സിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എഫ് ഓഫ് എക്സിൽ സംഭവം എക്സ് ഈക്വൽ ടു 0 എന്ത് ചെയ്യുന്നില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ സംഭവം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് ഒരു തവണ CSIR നെറ്റിനൊക്കെ ചോദിച്ച ടൈപ്പ് സംഭവമാണ് അല്ലെ. മോഡ് എഫ് ഓഫ് എക്സ് മോഡലാണ് ലിമിറ്റ്, മോഡ് എഫ് ഓഫ് എക്സിൽ എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ലിമിറ്റ് മോഡലാണെങ്കിൽ എഫ് ഓഫ് എക്സ് എക്സിൽ എക്സ് ഈക്വൽ ടു എയിൽ എന്ത് നിർബന്ധമില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ഓക്കെ, ഇനി നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചതിൽ LHLും RHLും എക്സിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ്, LHL എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, RHL എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നോട്ട് ഈക്വൽ എന്നുള്ളൊരു കേസാണ്. അത് എടുത്തിരിക്കുന്നത് മോണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ചോട്ടെ. ഈ ഒരു കേസ് മോണോട്ടോണിക് അല്ലാത്ത ഒരു കൗണ്ടർ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതായത് മോഡ് എഫ് ഓഫ് എക്സ് മോഡ് എല്ലിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് ടെൻഡ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇതുപോലെയല്ല മോണോട്ടോണിക് അല്ലാത്ത ഒരു ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്ക്യൂസ് തിയറം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറയാൻ പോകുന്നത് സ്ക്യൂസ് തിയറം ആണ്. അപ്പോൾ സ്ക്യൂസ് തിയറം പറയുന്നത് നമ്മുടെ 3 ഫംഗ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ്, അതുപോലെ തന്നെ ജി ഓഫ് എക്സ്, അതുപോലെ തന്നെ എച്ച് ഓഫ് എക്സ്.
ഓക്കെ, ഈ 3 ഫംഗ്ഷൻ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞത് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കോമൺ ഡൊമൈനിൽ എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ്. ഓക്കെ, ആ ഡിഫൈൻ ചെയ്ത കോമൺ ഡൊമൈനിൽ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും എന്താണ് ലെസ് ദാൻ ഈക്വൽ ടു ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു 3 ഫംഗ്ഷൻസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് എന്താണ് എച്ച് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കാം, ഇതെന്താണ് ജി ഓഫ് എക്സ് ആണ്, ഇത് എഫ് ഓഫ് എക്സ് ആണ്. ഇതാണ് എൻ്റെ ഇൻ്റർവെൽ ഐ എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഡിഫൈൻ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ലിമിറ്റ് പോയിന്റ് ആണ് എ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഈ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ എല്ലിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അതേ പോയിന്റിലേക്ക് നമ്മുടെ ഫംഗ്ഷൻ ഇതിന് ഞാൻ ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരുന്ന വിചാരിക്കാം. ഓക്കെ, ഇതിന് ഇങ്ങോട്ടേക്ക് ഈ പറഞ്ഞിരിക്കുന്ന എച്ചും എയിലേക്ക് വരുന്ന സമയത്ത് ഇതേ പോയിന്റിലേക്ക് തന്നെയാണ് ടെൻഡ് ചെയ്യുന്നതെങ്കിൽ ഗ്രാഫ് ഈ രീതിയിൽ വരും അല്ലേ. അപ്പോൾ ഗ്രാഫ് ഈ രീതിയിൽ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിനിടയിലുള്ള ജിക്കും ഈ പറഞ്ഞിരിക്കുന്ന എ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തായേ പറ്റൂ, എല്ല് തന്നെ ലിമിറ്റ് ആയേ പറ്റൂ. അതാണ് എന്ത് പറയുന്നത്, സ്ക്യൂസ് തിയറം. സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, രണ്ട് സംഭവങ്ങൾക്കിടയിലുള്ള എഫും എച്ചും, ഇത് ആസ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ എച്ച് ഓഫ് എക്സും എല്ലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനും എന്ത് ചെയ്തേ പറ്റൂ, എ എക്സ് ടെൻസ് ടു എയിലേക്ക് ഏതിലേക്ക് പോയേ പറ്റൂ, എൽ എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് പോയേ പറ്റൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫിനും എച്ചിനും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഗ്യാരണ്ടി ചെയ്യാം, ജിക്കും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ഗ്യാരണ്ടി ചെയ്യാം. Okay, അപ്പോൾ let f of x less than or equal to g of x less than or equal to h of x and limit x tends to a f of x equal to L and limit x tends to a h of x both are equal. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് x tends to a g of x must be exist and equal to എക്സിസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല അത് എന്തിന് തുല്യമാണ്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.